സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഓണക്കാലം ആകാറാകുന്നു. നയാ പൈസ സർക്കാർ ഖജനാവിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ പിണറായി വിജയനെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് മലയാളികൾ. KN ബാലഗോപാൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ധനമന്ത്രി. ഓണക്കാലം അടുക്കുമ്പോഴും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നുവെന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതിസന്ധി മറികടക്കാൻ മാർഗമില്ലാതായതോടെ പദ്ധതികൾ വെട്ടിച്ചുരുക്കാനാണ് ശ്രമം. വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അനിവാര്യമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും. മുൻവർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ 25-30% വരെ അടങ്കൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത്. ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവെക്കാനും തീരുമാനിച്ചത് ഇതാദ്യമായിട്ടാണ്. പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും കുറച്ചെങ്കിലും നൽകാനാണ് ശ്രമിക്കുന്നത്. 10 കോടിക്ക് മുകളിൽ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെയും തുടർ പദ്ധതികളുടെയും അനിവാര്യത ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിക്കും. മാറ്റിവെക്കേണ്ടത് മാറ്റിവെക്കും. അനിവാര്യമാണെങ്കിൽ ഭരണാനുമതി നൽകിയതിന്റെ പകുതി തുക അനുവദിക്കും. 10 കോടിക്ക് താഴെയുള്ള പദ്ധതികളുടെ അനിവാര്യത വകുപ്പ് സെക്രട്ടറിയും വകുപ്പ് അധ്യക്ഷനും ചർച്ച ചെയ്ത് തീരുമാനിക്കും. പട്ടിക ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. ഇനിയും ഭരണാനുമതി നൽകിയിട്ടില്ലാത്ത പദ്ധതികളുടെ സ്ഥിതി എന്താകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചുവെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതിയും കുടിശ്ശികയും നൽകാനാണ് സർക്കാർ തീരുമാനം. ഇക്കാര്യം മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഈ ചെലവുകൾക്ക് വെട്ടിക്കുറയ്ക്കൽ ബാധകമാക്കേണ്ടതില്ല എന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. അതേസമയം ഓണച്ചെലവുകൾക്കായി 753 കോടി രൂപ കൂടി കടമെടുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ചൊവ്വാഴ്ച 3000 കോടി രൂപ എടുത്തതിന് പിന്നാലെയാണ് ഇത്. റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപ്പത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ 2 നടക്കും. ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച 21,253 കോടി രൂപയുടെ വായ്പ മുഴുവനും എടുത്തു തീരും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാനാകില്ല. എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ AGയുടെ അന്തിമ കണക്കനുസരിച്ച് 4000 കോടി രൂപയ്ക്ക് കൂടി അർഹതയുണ്ട്. ഇതിനുള്ള അപേക്ഷ സംസ്ഥാനം നൽകിയിട്ടുണ്ട്. ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനവും ആയിട്ടില്ല. എന്തായാലും ഇനി കേന്ദ്രവുമായി വീണ്ടും പണം അനുവദിക്കുന്നതിൽ ബാലഗോപാലും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിൽ അടിപൊട്ടുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിർമ്മലാ സീതാരാമൻ വീണ്ടും ധനമന്ത്രിയായി എത്തിയതോടെയാണ് കേരളം വലിയ അടിയേറ്റിരിക്കുന്നത്. കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ബാലഗോപാലും നിർമ്മലാ സീതാരാമനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. കടത്തിനുമേൽ കടത്തിലാണ് കേരളം. ഓണത്തിനും കടമെടുക്കുകയാണ്. ഇതിനുശേഷം ഡിസംബർ മാസത്തിലേക്ക് വീണ്ടും കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ കടമെടുപ്പോട് കടമെടുപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.